ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മുടെ നാട്ടിൽ ഈ ഷുഗർ രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? സാധാരണ നമുക്ക് മുറിവുകൾ ഉണ്ടായാൽ ആ മുറിവുകൾ ഉണങ്ങില്ല എന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ. ഏകദേശം അത് ശരിയാണ്. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ കൈകാലുകൾ മാത്രം ഇങ്ങനെ ശോഷിച്ച് വരും. അതിനുശേഷം വയറിങ്ങനെ തള്ളി നിൽക്കുന്നത് പോലെ നമുക്ക് അവരിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതരം മെലിച്ചിൽ ഇവരുടെ ശരീരത്തിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഈ ഷുഗർ നമ്മുടെ കണ്ണുകളെ ബാധിക്കാനും കാഴ്ചശക്തി കുറഞ്ഞു വരുന്നത് പോലെ ഉള്ള പ്രശ്നങ്ങൾ വരും. ഇനി ഡയബറ്റിക് ന്യൂറോപ്പതി പോലെയാണെങ്കിൽ ശരീരത്തിൻ്റെ അകത്ത് എപ്പോഴും നമുക്ക് ഈ തരിപ്പ്, കഴപ്പ്, മസിൽ പിടുത്തം, കോച്ചിപ്പിടുത്തം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരവസ്ഥയിലോട്ട് പോകും. അതായത് നമ്മളിപ്പോൾ ഈ ചവിട്ടി തറയിലൊക്കെ എന്തെങ്കിലും ചവിട്ടത്തില്ല, അപ്പോൾ വെള്ളത്തിലൊക്കെ ചവിട്ടുമ്പോൾ തെന്നി പോകുന്നത് പോലെ നമ്മുടെ കാലിങ്ങനെ തെന്നി പോകും. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചാണ് ഈ ബലൂണിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ചവിട്ടി ചവിട്ടി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അതായത് കാലെപ്പോഴും ഒരു പെരുത്ത് ഇരിക്കുന്ന ഒരവസ്ഥയെന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടായിരിക്കും ഒരുപാട് പേരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി പോലെ തന്നെയാണ് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് വരുന്നതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന പ്രശ്നം. കാഴ്ച മങ്ങുക, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ചിലപ്പോൾ ബ്ലീഡിങ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പിന്നീട് ലേസർ പോലുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ പലരും പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്, അതായത് 3 മാസത്തിലൊരിക്കലുള്ള രക്തപരിശോധനയും മാസത്തിൽ ഒരിക്കലെങ്കിലും FBSഉം PPBS ആഹാരത്തിന് മുൻപോ ആഹാരത്തിന് ശേഷമുള്ള നമ്മുടെ ഷുഗറിൻ്റെ രക്തപരിശോധനയും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.